തിരുവനന്തപുരത്തെ ഇന്നലെ നഗരത്തെ നടുക്കിയ ഒരു വെടിവെപ്പ് അത് വഞ്ചിയൂരിൽ സംഭവിച്ചത് വലിയ ചർച്ചയായിരുന്നു. യുവതിയെ വീട്ടിൽ കയറി എയർഗൺ ഉപയോഗിച്ച് വെടിവെച്ചതിന് പിന്നിൽ വ്യക്തിവൈരാഗ്യം എന്ന സംശയം ഇപ്പോൾ ബലപ്പെടുകയാണ്. വീടും പരിസരവും കൃത്യമായി നിരീക്ഷിച്ച ശേഷമാണ് ആക്രമണമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ആക്രമിയായ സ്ത്രീ എത്തിയത് വ്യാജ നമ്പർ പ്ലേറ്റുള്ള കാറിലാണെന്ന് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. ഏതായാലും ഇതിൽ കൂടുതൽ ദുരൂഹതകൾ തുടരുകയാണ്. ഒരുപക്ഷെ കുടുംബത്തോടുള്ള വ്യക്തിവൈരാഗ്യമോ അല്ലെങ്കിൽ ഈ വെടിയേറ്റ സ്ത്രീയോടുള്ള വ്യക്തിവൈരാഗ്യമോ ആകാം എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഈ ഘട്ടത്തിൽ ഉള്ളത്. നേരത്തെ ഇവിടെ എത്തി ഈ കാര്യങ്ങൾ നിരീക്ഷിച്ച ശേഷമാണ് ഈ യുവതി വെടിയുതിർത്തത് എന്ന വിവരവും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഡാൻ കുര്യൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഡാൻ, ഏറ്റവും പുതിയത് ഈ ഷിനി എന്ന വെടിയേറ്റ യുവതി അവർ വീട്ടിലുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. കാരണം പരിസരമൊക്കെ നിരീക്ഷിച്ചാണ് ഈ യുവതി എത്തിയത് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ലക്ഷ്യം വെച്ചത് ഇവരെ തന്നെയാണ്. മറ്റു ലക്ഷ്യങ്ങളൊന്നും കുടുംബത്തിലെ മറ്റാളുകളെ ഒന്നും ലക്ഷ്യം വെച്ചല്ല ഇവരെത്തിയത് എന്നുള്ള നിഗമനത്തിൽ പോലീസ് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഏറ്റവും ഒടുവിൽ പോലീസ് പങ്കുവെക്കുന്ന കാര്യം എന്താണ്? രഞ്ജിത്ത്, ലഭ്യമായ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ഇന്നലെ വിശദമായ അന്വേഷണം നടത്തിയത്. ആ അന്വേഷണത്തിലാണ് ഈ അക്രമി എത്തിയത് ഒരു കാറിലാണെന്നും ആ കാറിന്റെ നമ്പർ പ്ലേറ്റ് വ്യാജമാണെന്ന് കണ്ടെത്തിയത്. അതായത് ആ CCTV ദൃശ്യങ്ങളിൽ ലഭ്യമായ നമ്പർ പ്ലേറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ അന്വേഷണമാണ് അത് വ്യാജമാണ് എന്ന കൃത്യമായ നിഗമനത്തിലേക്ക് പോലീസിനെ എത്തിച്ചത്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ ഒരു വെൽ പ്ലാനിങ്ങോടെ തന്നെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നൊരു വിലയിരുത്തലിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. അപ്പോൾ പ്രധാനമായി ഉയർന്ന രണ്ട് ചോദ്യങ്ങളാണ്. ഒന്ന്, ഈ ഷിനിയെ ലക്ഷ്യം വെച്ചതിന്റെ കാരണം എന്താണ്? മറ്റൊന്ന്, ഇവർ തനിച്ചായിരുന്നോ ഈ സംഭവത്തിന് പിന്നിൽ? ഈ അക്രമി തനിച്ചായിരുന്നു ഉണ്ടായിരുന്നത്? ഈ രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. ഈ കുടുംബാംഗങ്ങളുടെ അടക്കം വിശദമായ മൊഴി ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു. ആ മൊഴിയെടുക്കുമ്പോൾ കുടുംബാംഗങ്ങളടക്കം പോലീസിനോട് നൽകിയത് അങ്ങനെ കുടുംബാംഗങ്ങളോട് മുൻവൈരാഗ്യം തോന്നേണ്ട യാതൊരു സാഹചര്യവും നിലവിലില്ല. അങ്ങനെ ആർക്കും വൈരാഗ്യം ഒന്നുമില്ല. ഷിനിയെ മാത്രമല്ല, അത് കൂടുതൽ തർക്കത്തിലേക്ക് പോയിരുന്നെങ്കിൽ തന്നെയും ആക്രമിക്കുമായിരുന്നുവെന്നാണ് ഷിനിയുടെ ഭർത്തൃപിതാവ് മാധ്യമങ്ങളോട് ഇന്നലെ പ്രതികരിച്ചത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വീട്ടിൽ ഇന്നലെ രാവിലെ 8:15-നും 8:30-നും ഇടയിലായിരുന്നു ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ പങ്കജം എഴുതിയിരിക്കുന്ന വീടിന്റെ പ്രധാന കവാടം, ആ കവാടത്തിന് മുമ്പിൽ നിന്ന് കോളിംഗ് ബെൽ അടിക്കുന്നു. കോളിംഗ് ബെൽ അടിച്ച് ഷിനി പുറത്തേക്ക് ഇറങ്ങി വരുന്നു. പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ ഡെലിവറി ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ്, ഓൺലൈൻ ഡെലിവറി ഉണ്ട്, അവിടെ ഷിനി ഒപ്പിടണമെന്ന് പറഞ്ഞ് തർക്കം തുടങ്ങുന്നു. ഷിനി തന്നെ ഒപ്പിടണമെന്ന് ആവർത്തിച്ച് പറഞ്ഞ് അത് വാക്കുതർക്കമാകുന്നു. അതിനൊടുവിൽ കയ്യിലുണ്ടായിരുന്ന എയർഗൺ ഉപയോഗിച്ച് 2 തവണ വെടിയുതിർക്കുന്നു. ഇതാണ് സംഭവിച്ചത്. കൈകൊണ്ടാണ് ഷിനി ഈ വെടിയുതിർക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ തടുക്കാൻ ശ്രമിച്ചത്. അതിനിടയിൽ കൈക്കാണ് പരിക്കേറ്റത്. അവരെ ഉടൻ തന്നെ നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കുന്നതിനനുസരിച്ച് പോലീസ് വിശദമായ മൊഴി ഷിനിയുടെ ഭാഗത്തുനിന്ന് വീണ്ടും രേഖപ്പെടുത്തും. ഇന്നലെ മൊഴിയെടുത്തിരുന്നു വൈകുന്നേരം. അങ്ങനെ മൊഴിയെടുക്കുന്നതിനിടയിൽ ലഭ്യമായ വിവരങ്ങൾ ഈ പ്രതിയിലേക്ക് എത്താൻ സഹായിക്കുന്ന തരത്തിലുള്ളതൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. അതായത് ആരാണ് ഇതിന് പിന്നിൽ എന്ന കൃത്യമായ സൂചനകൾ ലഭിക്കുന്ന തരത്തിലുള്ള മൊഴികളൊന്നും ഷിനിയുടെ ഭാഗത്തുനിന്ന് പോലീസ് ഷിനി പറയുന്നതും ഒപ്പം അവിടെ ഉണ്ടായിരുന്ന ഷിനിയുടെ ഭർത്താവിന്റെ അച്ഛനും പറയുന്നത് ഈ സ്ത്രീയെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല, ഇവരെ മുൻപ് കണ്ടിട്ടുള്ള ആളല്ല. പക്ഷെ ഇവർ മുഖം മറച്ചിരുന്നു, കണ്ണു മാത്രം കാണത്തക്ക രീതിയിലുള്ള വസ്ത്രം ധരിച്ചാണ് ഇവരെത്തിയത്. ഒപ്പം ഈ സ്ത്രീ വഞ്ചിയൂരുള്ള വീടും പരിസരവും മനസ്സിലാക്കാനായി മുൻപും ഇവിടെ എത്തിയിരുന്നതായും പോലീസ് സംശയിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നേരത്തെ കൃത്യമായി വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി ഷിനി ഉണ്ടോ എന്ന കാര്യമൊക്കെ മനസ്സിലാക്കി ആസൂത്രണം ചെയ്ത് നടത്തിയ ഒരു പ്രവൃത്തിയായി തന്നെയാണ്. ഒപ്പമാണ് ഈ പറഞ്ഞതുപോലെ ഇവരെക്കുറിച്ച് യാതൊരു വ്യക്തതയും ഷിനിക്കോ ഈ ഭർത്തൃപിതാവിനോ ഇല്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യവും. തീർച്ചയായിട്ടും. അതായത് വളരെ ആസൂത്രിതമായി തന്നെയാണ് ഇങ്ങനെയൊരു വെടിവെപ്പ് നടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ പോലീസിന് യാതൊരു സംശയവുമില്ല. ആദ്യഘട്ടം മുതൽ ഈ നമ്പർ പ്ലേറ്റ് വ്യാജമാണ് എന്ന് കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ, ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ തന്നെ ഇതിന് പിന്നിലൊരു ആസൂത്രണമുണ്ട് എന്ന് പോലീസിന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിരുന്നു. അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് അവരെ എത്തിച്ചത് ഈ ഷിനി തന്നെ ഇറങ്ങി വന്ന് ഒപ്പിടണമെന്ന് ആവർത്തിച്ച് ഇയാൾ പറഞ്ഞുവെന്ന് കുടുംബാംഗങ്ങളടക്കം നൽകിയ മൊഴിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ് അത്തരത്തിലൊരു വിരോധത്തിലേക്ക് നയിച്ച കാരണം എന്നതിനെക്കുറിച്ച് പോലീസ് പ്രാഥമികമായ അന്വേഷണം നടത്തി. പക്ഷേ അതിന്റെ ഭാഗമായി ഈ കുടുംബാംഗങ്ങളുടെ ഭാഗത്തുനിന്ന് മൊഴിയെടുത്തപ്പോഴോ പിന്നീട് ഷിനിയുടെ മൊഴി സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് രേഖപ്പെടുത്തിയപ്പോഴോ ഒന്നും അതുമായി ബന്ധപ്പെട്ട സൂചനകളൊന്നും ഇതുവരെ പോലീസിന് ലഭ്യമായിട്ടില്ല. അത് തന്നെയാണ് ഈ പ്രതിയിലേക്ക് എത്താൻ വൈകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. എന്തായാലും കൃത്യമായ നിരീക്ഷണത്തോടെ തന്നെയാണ് ഇവിടേക്ക് ഈ അജ്ഞാതയായ
അക്രമി എത്തിയിരിക്കുന്നതെന്ന് ഉറപ്പാണ്. കാരണം ഇത് പോസ്റ്റ് ഓഫീസ് ലൈനാണ്. വഞ്ചൂരിൽ നിന്ന് പോസ്റ്റ് ഓഫീസ് ലൈനിലേക്ക് വരുന്ന വഴിയിലാണ് പങ്കജ് CR 125B എന്ന ഈ വീടുള്ളത്. പെട്ടെന്ന് തന്നെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയും ഈ വഴിയിലേക്ക് കയറി കഴിഞ്ഞാൽ. അങ്ങനെ ഒരു സ്ഥലത്ത് സ്വാഭാവികമായി കൃത്യമായ ആസൂത്രണത്തോടെ ആരും അല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള സാധ്യത കൃത്യമായി ഉറപ്പാക്കിക്കൊണ്ട് തന്നെ, അതാണ് എടുത്തു പറയേണ്ട കാര്യം. കാരണം പുറത്തെപ്പോഴും വാഹനങ്ങളൊക്കെ ഈ വഴിയെ വന്നു കഴിഞ്ഞാൽ മറുവാഹനങ്ങൾ ബ്ലോക്ക് ചെയ്യപ്പെടും. അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഒഴിവാക്കി തിരക്ക് കുറവുള്ള സമയം നോക്കിക്കൊണ്ട് ഈ ഒരു വെടിയുതിർക്കുന്നു. അപ്പോൾ തന്നെ അവരെ രക്ഷിക്കാനായി കുടുംബാംഗങ്ങൾ ശ്രമിക്കുന്നതിനിടയിൽ ഈ അജ്ഞാതയായ യുവതി വാഹനം ഓടിച്ചുകൊണ്ട് അതിവേഗത്തിൽ ഇവിടുന്ന് രക്ഷപ്പെടുന്നു. ഇതാണ് സംഭവിച്ചത്. ഇതിൽ ഇനിയും വ്യക്തമാക്കേണ്ടത്, ഈ വാഹനത്തിൽ ഈ അജ്ഞാതയായ സ്ത്രീക്കൊപ്പം അക്രമിക്കൊപ്പം മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? അങ്ങനെയാണെങ്കിൽ ആരുടെയെങ്കിലും സഹായത്തോടെയാണോ ഇങ്ങനെ ഒരു കാര്യം ഇവിടെ ആസൂത്രണം ചെയ്തത്? ഇതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർ G. സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മഞ്ചൂർ പോലീസും ഷാഡോ പോലീസും സംയുക്തമായാണ് പ്രതിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നത്. ഇന്നലെ ഈ വെടിയുതിർത്ത ശേഷം ഇവർ പോയത് കാർ പോയത് ആറ്റിങ്ങൽ ഭാഗത്തേക്കാണ് എന്നതിന് സ്ഥിരീകരണമുണ്ട്. CCTV ദൃശ്യങ്ങളിൽ ഇത് വ്യാജ നമ്പർ പ്ലേറ്റ് ആണ് എന്നതിന് സ്ഥിരീകരണമുണ്ട്. ഈ കോഴിക്കോടുള്ള ഒരു വ്യക്തിക്ക് വിറ്റ കാറിന്റെ നമ്പരാണ് അക്രമിയുടെ കാറിൽ പതിച്ചത് എന്ന കാര്യത്തിൽ സ്ഥിരീകരണമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ ഒരുപാട് പോലീസിന് സഹായകരമായ വിധത്തിൽ നിരവധിയായ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് വേണ്ടത്. ഇന്ന് തന്നെ ഒരു വ്യക്തത ഇക്കാര്യത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കാമോ? വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണല്ലോ പോലീസ് ഈ ഒരു ഗൗരവതരമായ വിഷയം അന്വേഷിക്കുന്നത്. രഞ്ജിത്ത്, ഔദ്യോഗികമായ സ്ഥിരീകരണമൊന്നും പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭ്യമാകുന്നില്ല എങ്കിലും അവർക്ക് കൃത്യമായ സൂചനകൾ, എന്താണ് ഈ ഒരു വെടിവെപ്പിലേക്ക് നയിച്ചത് എന്നതിനെ സംബന്ധിച്ച സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം ഇന്നലെ തന്നെ ഉറപ്പായിരുന്നു. ആ വഴിയിലാണ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതും. പക്ഷേ അക്കാര്യങ്ങൾ സംബന്ധിച്ചൊരു മൊഴി നൽകാൻ ഈ കുടുംബാംഗങ്ങൾ ഇതുവരെ തയ്യാറായിട്ടില്ല. അതുതന്നെയാണ് ഉദ്യോഗസ്ഥരെ കുഴയ്ക്കുന്ന കാര്യം. അതായത് അവർക്ക് കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങളുടെ വസ്തുത കൃത്യമാണ് എന്ന് ബോധ്യമാകുന്ന തരത്തിലുള്ള മൊഴി ഷിനിയുടെ കുടുംബാംഗങ്ങളുടെ ഭാഗത്തുനിന്ന് ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് അതുകൂടി ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ ആ ദിശയിലേക്ക് അന്വേഷണം നീങ്ങുകയുള്ളൂ. പക്ഷേ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് വൈകാതെ തന്നെ പ്രതിയിലേക്ക് എത്തുന്ന തരത്തിലുള്ള കൃത്യമായ സൂചനകൾ പോലീസിന് ലഭ്യമാകുമെന്ന് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ അവർ ഔദ്യോഗികമായി ഒരു സൂചനകളും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും ചില വിവരങ്ങൾ കൃത്യമായി പോലീസിന്റെ പക്കലുണ്ട്. എന്താണെന്ന് വൈകാതെ വ്യക്തമാകുമെന്ന് തന്നെയാണ് കരുതുന്നതും. രഞ്ജിത്ത്, തീർച്ചയായും അതാണ് പ്രധാനപ്പെട്ട സാഹചര്യം. ഏതായാലും പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഏത് തരത്തിലാണ് ഇത് മുന്നോട്ട് പോവുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. കാരണം വ്യക്തിവൈരാഗ്യം എന്ന തലത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പോലീസ് പക്ഷേ ഒരു കൃത്യമായ വിവരം നൽകുന്നുമില്ല. ഈ ഷിനിയെ ഇന്നും ചോദ്യം ചെയ്യും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിലൂടെ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരുത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് സംവിധാനമുള്ളത് താനും. തിരിച്ചുവരാം ഇടവേളയ്ക്ക് ശേഷം.